ഹൈ കോൺഫിഡൻസിലാണ് ദിലീപ് ഉള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ നിന്നും പുല്ലുപോലെ ഊരിവരാൻ ഉള്ളതെല്ലാം ചെയ്ത് ശിക്ഷാമുക്തനാകാൻ കഴിയുമെന്ന് ദിലീപ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ചെന്നൈയിലുള്ള ദിലീപ് കുടുംബസമേതം ഇന്ന് രാത്രിയോടെയാണ് കൊച്ചിയിലെത്തുക. അതിനിടെയാണ് ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച വാട്സപ്പ് മെസ്സേജും പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കോടതിയിൽ എത്തിയിരിക്കുന്ന ഈ സന്ദേശത്തിൽ ദിലീപ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം കൃത്യം 4-ാം ദിവസം 2017 ഫെബ്രുവരി 22-ന് രാവിലെയാണ് ദിലീപ് പിണറായി വിജയന് സ്വന്തം ഫോണിൽ നിന്നും ഈ സന്ദേശം അയച്ചത്. സർ, ദിലീപ് ഹിയർ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞ 3-4 ദിവസമായി അനുഭവിക്കുകയാ. സാറിന്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഫിലിം അസോസിയേഷൻ കാര്യത്തിൽ ഇറങ്ങിയത്. എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ എന്നായിരുന്നു ദിലീപിന്റെ സന്ദേശം. പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഈ സന്ദേശം അയക്കുന്ന വേളയിൽ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പ്രതികളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ചില സന്ദേശം ഉന്നത പോലീസ് ഓഫീസർമാർക്കും ദിലീപ് അയച്ചിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ദിലീപിന്റെ പേരും കേസിൽ ഉയർന്നു കേട്ടത്. ജൂലൈയിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തത്. ദിലീപിനൊപ്പം നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആലുവ പോലീസ് ക്ലബിലായിരുന്നു ചോദ്യം ചെയ്യൽ. ജൂലൈ 10-ന് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വേളയിൽ നടൻ സിദ്ദിഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതും അന്ന് വാർത്തയായിരുന്നു. എന്താണ് കാര്യം എന്ന് തിരക്കാൻ വന്നതാണ് എന്നായിരുന്നു അന്ന് സിദ്ദിഖ് നൽകിയ മറുപടി. അതേസമയം ദിലീപ് നായകനായി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഷെഡ്യൂൾ ബ്രേക്ക് എടുക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതിയാണ് ദിലീപ്. കേസിന്റെ വിധി ഡിസംബർ 8-ന് തിങ്കളാഴ്ച പുറത്തുവരും. ആലുവയിലെ വീട്ടിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പടക്കം പൊട്ടിച്ച് ദിലീപിന്റെ കുറ്റവിമുക്തി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫാൻസുകാർ. ദിലീപിന്റെ കുടുംബവും പ്രിയപ്പെട്ടവരുമെല്ലാം വിധി വരുന്ന ദിവസം ആലുവയിലെ വീട്ടിലുണ്ടാകും. അന്ന് ബബബയുടെ ട്രെയിലറും പുറത്തുവരും. ഇതെല്ലാം കേസിൽ പുഷ്പം പോലെ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ദിലീപ് ക്യാമ്പിനുള്ളതെന്ന സന്ദേശമാണ് നൽകുന്നത്. ബബബയുടെ പ്രമോഷൻ ചടങ്ങിൽ ദിലീപിന് പങ്കെടുക്കേണ്ടതുള്ളതിനാലാണ് ഇപ്പോൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത്. നവംബർ 12-ന് തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിച്ച ജഗൻ ഷാജി കൈലാസ് ചിത്രത്തിൽ ദിലീപ് ഇതുവരെ കാണാത്ത വേറിട്ട ഗെറ്റപ്പിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള കഥാപാത്രമായിട്ടാണ് എത്തുന്നത്. ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന അച്ഛൻ വേഷമാണ് ദിലീപിനുള്ളത്. 2017 ഫെബ്രുവരി 17-ാം തീയതി രാത്രിയാണ് നടി രാത്രിയാത്രയ്ക്കിടെ ആക്രമിക്കപ്പെട്ടത്. 2 ദിവസം കഴിച്ചപ്പോൾ കൊച്ചിയിൽ താരങ്ങളും പൗരപ്രമുഖരുമെല്ലാം ചേർന്ന് ഒരു യോഗം വിളിച്ചിരുന്നു. ഇതിൽ ദിലീപും പങ്കെടുത്തു. മാത്രമല്ല, ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരും പങ്കെടുത്തു. രണ്ടുപേരും പ്രസംഗിക്കുകയും ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് ഈ യോഗത്തിലാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. ഇതോടെയാണ് വലിയ സംഘം നടിയെ ആക്രമിച്ച സംഘത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ചർച്ച തുടങ്ങിയത്. സ്ത്രീക്കും പുരുഷനും തുല്യമായ പരിഗണന കിട്ടണമെന്നും മഞ്ജു വാര്യർ പ്രസംഗിച്ചിരുന്നു. ഈ പരിപാടിക്ക് ശേഷം 3-ാം ദിവസമാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.